അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് എല്ലാവരും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇപ്പോൾ പ്രൗഡായിരിക്കും. നിങ്ങൾ ആക്ച്വലി ഇത്രയും കാലം ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നു. ഇതായിരിക്കും നിങ്ങൾ ലൈഫിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ബോർഡ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റേറ്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ശേഷം നിങ്ങൾ എന്തിന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും അതിനൊരു ഫ്രൂട്ട് ഉണ്ടാവും എന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ 10ാം ക്ലാസ് എക്സാം കൊണ്ട് നമ്മളെല്ലാവരും പറയുന്നത് ഇത് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണെന്നൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കൊടുത്ത ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നമ്മൾ ബെയർ ചെയ്യും. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്കിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് നമുക്ക് ഈ എക്സാം ആക്ച്വലി തരുന്നത്. അപ്പോൾ സന്തോഷത്തിൻ്റെ ഈ നിമിഷങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ. കാരണം നിങ്ങൾ 10th ശേഷം +2 ഏത് സ്ട്രീം എടുക്കുന്നു, നിങ്ങൾ ഏത് കരിയറിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രൈം ടൈമാണ് ഇപ്പോൾ. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ കരിയർ പ്ലാനിങ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കുറച്ച് ഇൻസൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് വളരെ തന്ത്രപരമായിട്ട് വേണം ഈ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൻ്റെ പുറത്ത് നിങ്ങൾ ഈ തീരുമാനം എടുക്കാൻ പാടില്ല. അപ്പോൾ ഹ്യൂമാനിറ്റീസ് വേണോ, കൊമേഴ്സ് വേണോ, സയൻസ് വേണോ എന്നുള്ളത്, നിങ്ങൾ അതിലൊക്കെ കേപ്പബിൾ ആണോ, ആ സബ്ജക്റ്റിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായും സ്ട്രാറ്റജിക്കലി നിങ്ങളത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇനി എന്തെങ്കിലും സ്ഥലത്തൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ എ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ പ്ലാൻ ബിയോ പ്ലാൻ സിയോ നിങ്ങൾ പ്രിപ്പയർ ആക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ട്രീം ഏതായാലും അത് നിങ്ങളുടെ കരിയർ ട്രയാങ്കിളിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കരിയർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇൻട്രസ്റ്റ്, രണ്ടാമത്തേത് ആപ്റ്റിറ്റ്യൂഡ്, മൂന്നാമത്തേത് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിങ്ങൾ ഈ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, ആൻഡ് നിങ്ങൾ അതിന് ഇന്നേറ്റ്ലി കേപ്പബിൾ ആണോ, ഓൾസോ ആ ഒരു കരിയറിന് ഇന്ന് ജോബ് മാർക്കറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇവിടെയാണ് ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങളുടെ കരിയർ ചോയ്സ് വന്ന് നിൽക്കേണ്ടത്. നിങ്ങൾ കരിയേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് എനിക്ക് തോന്നാറുള്ളത്, കുട്ടികളൊക്കെ പറയാറുണ്ട് ഈ സയൻസ് എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട്, അതായത് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കാണുന്ന കുറേ കുട്ടികളുണ്ട്, കുറേ പാരൻസും ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിക്കാൻ പാടില്ല. പിന്നെ സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ മാത്സിൽ ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടാവും മാത്സ് ഇല്ലാത്ത എന്തെങ്കിലും കൈൻഡ് ഓഫ് സയൻസ് എടുക്കാം, VHSC പോലെയുള്ള കോഴ്സുകൾ എടുക്കാം എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NDA പോലെയുള്ള ഡിഫൻസിൻ്റെ NDA പോലെയുള്ള എക്സാംസിനൊക്കെ മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് വിഷയങ്ങളിലൊക്കെ ഹയർ സ്റ്റഡീസിന് മാത്സ് ഇല്ലാത്ത കുട്ടികളെ അവർ ഓപ്റ്റ് ചെയ്യില്ല. പിന്നെ കുട്ടികളിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ് ഏതാണ് ചൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ ഏത് സ്ട്രീമിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ സ്ട്രീം ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള കഴിവുകളായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ അവർ പെർഫോം ചെയ്യുന്ന മേഖലയിലാവണം എന്നില്ല നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ വി ആർ വെരി ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും നന്നാവുക. ഇനി NEET JEE പോലെയുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് മെഡിസിനോ എഞ്ചിനീയറിങ്ങോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും നമ്മളെ നോർമൽ സ്കൂൾ സിസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ വക എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അവർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബോർഡ് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോർഡ് എക്സാംസിനും NEET JEE പോലെയുള്ള എക്സാംസിനുമുള്ള സിലബസ് എല്ലാം സെയിം ആണെങ്കിൽ കൂടെ ആ എക്സാംസിന്, ഈ എൻട്രൻസ് എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ +1 ആദ്യ ദിവസം മുതൽ തന്നെ സോൾവ് ചെയ്തിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾസിൻ്റെ പ്രാധാന്യം വരുന്നത്. നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾസിൽ പഠിക്കുമ്പോൾ +1 +2 ബോർഡ് എക്സാംസിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന എൻട്രൻസ് കോച്ചിങ്ങും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് പിന്നീടൊരു വർഷം ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ കോഴ്സുകളെക്കുറിച്ചോ ഇതിൻ്റെ പാത്വേകളെക്കുറിച്ചോ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്സിൻ്റെ സഹായം തേടാവുന്നതാണ്. ഡോപ്പയിലെ കരിയർ എക്സ്പേർട്സ് നിങ്ങൾ അതിനെ സഹായിക്കുന്നതുമാണ്. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് +1 ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും ശോഭനമായൊരു ഭാവി ആശംസിക്കുന്നു.